الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد فالق الحب والنوى خلق السماوات العلى الذي فطر السماوات والأرض بقدرته ودبر الأمور في الدارين بحكمته وما خلق الجن والإنس إلا لعبادتي والطريق إليه واضح للقاصدين والدليل إليه لاعح للناظرين ولكن الله يضل من يشاء ويهدي من يشاء إلى صراط مستقيم وأن مردنا إلى الله وأن المسرفين هم أصحاب النار ويا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الذي أديت الأمانة وبلغت الرسالة ونصحت الأمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته ساعيا وبالمعروف آمرا وبالمنكر ناهيا أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله مولانا العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസിനികളെ മലിക്കുൽ ജബ്ബാറായ തമ്പുരാന്റെ വിധിവിലക്കുകൾ അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് കരുണാവാരിധിയായ നാഥൻ.
നമ്മേവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ സച്ചരിതരായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ ഒരുപാട് പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അർഹമുർ-റഹീമായ തമ്പുരാൻ അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, കുടുംബക്കാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഭാര്യ, ഭർത്താവ് എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഇടവേളക്ക് ശേഷം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇവിടെ നിന്ന് ഒരു ഖുത്ബ നിർവഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്ത അനുഭൂതി ഇന്ന് അതിൻ്റെ എത്രയോ മടങ്ങ് അനുഭൂതിയാണ്. കാരണം പള്ളി നിറഞ്ഞു നിൽക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇത് അവസാനിപ്പിക്കേണ്ടതല്ല. ഇത് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉണ്ടായി എന്ന് പറയുന്നത്. എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് പള്ളിയിലേക്ക് വരാൻ അവിടെ ഒരാൾ നിന്ന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച നിങ്ങൾ എന്നാവും. എന്താണ് അതിന്റെ കാരണം? ഉമ്മത്തിന്റെ ആത്മാർത്ഥത. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഫസ്റ്റ് സൊഫിന് വേണ്ടി നറുക്കെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എല്ലാവരും അതിന്റെ പ്രതിഫലത്തിന് വേണ്ടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മത്സരിച്ചോ. അള്ളാഹ് പറയാണ് ഏത് കാര്യത്തിൽ? ഈ കാര്യത്തിൽ, അള്ളാന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ, അതിന് നിങ്ങൾ മത്സരിക്കുക. അപ്പൊ ഈ മത്സരം ഇനി അവസാനിക്കരുത്. റമളാൻ ഈ വെള്ളിയാഴ്ച കൂടി അല്ലേ, ഇത് ലാസ്റ്റ് വെള്ളിയാഴ്ച നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മഹത്തായ അനുഗ്രഹം, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ എന്ന് നിങ്ങളുടെ ഖിയാമുൽ ലൈലിൽ കിടന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് സുജൂദിൽ പറഞ്ഞോ. കാരണം നിങ്ങൾക്ക് 4 വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ഭവനത്തിൽ വരാനുള്ള തൗഫീഖ്. അല്ലാഹു ഹുവൽ മുവഫ്ഫിഖു വൽ മുസ്തആൻ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹ് നിഅമൽ വകീൽ. ഇത് പറയണം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് എൻ്റെ ശ്വാസോച്ഛ്വാസം ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മിടുക്ക് കൊണ്ടല്ല, എൻ്റെ റബ്ബുൽ ആലമീൻ. അപ്പൊ ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ആരോ ഇവിടെ ഖുത്ബ പറയട്ടെ, അവർക്കൊക്കെ കിട്ടണമെങ്കിൽ ഈ എന്താ പറയാ മാലാഖമാരെ പോലെ അങ്ങനെ തന്നെ പറയണം. വെള്ളവസ്ത്രമിട്ടിരിക്കുന്ന എൻ്റെ മുന്നിലെ മാലാഖമാർ തിന്മകളെ എല്ലാം കഴുകിക്കളഞ്ഞ് അവ്വലുഹു റഹ്മത്തുൻ വ ഔസതുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ 10 അള്ളാഹുവിനോട് കടന്ന് കാരുണ്യം ചോദിച്ചു. മഗ്ഫിറത്തിന്റെ 10 അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് പുറത്തു തരണം. ഇനി എനിക്ക് എന്താ വേണ്ടുള്ളൂ എന്നറിയോ? നിന്റെ ഭയാനകമായ ശിക്ഷ, ആ നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണം. ഇത് ചോദിക്കുന്ന 10. അപ്പൊ നമ്മൾ ഈ ആവേശം, ഈ ചോദ്യത്തിന്റെ കരുത്ത് ഈ റമദാനിലല്ല നിങ്ങൾക്ക് പ്രതിഫലമായി മാറുക. ഒരു റമദാനിന്റെ പ്രതിഫലം ആ റമദാനിലല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണെന്നറിയോ? ഈ റമദാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ നേടിയെടുത്ത ഈമാനിന്റെ ശക്തി എത്രത്തോളം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട്. അതോ റമദാനിന്റെ അവസാനത്തെ രാത്രി, പെരുന്നാളിന്റെ രാവിലെ തന്നെ എൻ്റെ ഈമാൻ എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ വേറൊരു ഭാഗത്ത് വെച്ച് ഞാനൊരു മനുഷ്യനായിട്ട് പുറത്തേക്ക് പോവുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നോക്കും. അതുപോലെ തന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ലൈലത്തുൽ ഖദർ.
ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫ് ഷഹർ അല്ലേ? ഇതൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കല്ലേ? ആരെങ്കിലും പ്രതീക്ഷിക്കാത്തുണ്ടെങ്കിൽ പ്രതീക്ഷിക്കണം. ഞാൻ മനസ്സിലാക്കിയ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് അതൊരു രാത്രിയെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. അത് ഏതെങ്കിലും ഒരു രാത്രിയിൽ പെട്ടെന്ന് പൊട്ടി വീഴുന്നതുമല്ല. അത് വിശ്വാസിയുടെ കാത്തിരിപ്പിന്റെ പ്രതിഫലമാകുന്നു ലൈലത്തുൽ ഖദ്ർ. അല്ലെങ്കിൽ ആ ദിവസം മാത്രം വന്ന് ചാടിയാൾക്ക് കിട്ടേണ്ടതല്ലേ? അങ്ങനെ കിട്ടൂല. ലൈലത്തുൽ ഖദ്ർ അങ്ങനെ കിട്ടൂല. അങ്ങനെ കിട്ടണമെങ്കിൽ, ലൈലത്തുൽ ഖദ്ർ കിട്ടണമെങ്കിൽ അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ദിനരാത്രങ്ങൾ അല്ലാഹുവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫ് ഷഹർ എന്ന് പറയുന്ന പ്രതിഫലം ലഭ്യമാകുക. ചക്കട്ടപ്പ മുയലിനെ കിട്ടി എന്ന് പറയുന്ന ഒരു പ്രയോഗം ലൈലത്തുൽ ഖദ്റിലില്ല. എങ്ങനെയോ ഓടി വന്നപ്പോൾ പള്ളി കയറി അന്ന് ലൈലത്തുൽ ഖദ്റായി, അവർക്ക് ലൈലത്തുൽ ഖദ്റിന്റെ പ്രതിഫലം കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രയോഗമല്ല. അതിനുവേണ്ടി കാത്തിരിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിരുന്ന മുഴുവൻ വർഷവും 10 ദിവസം, അവസാനത്തെ 10 ദിവസം പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്ന് അള്ളാഹുവിന്റെ ഈ ഖദ്റിനു വേണ്ടി കാത്തിരുന്നു. നമുക്കെന്താ പറ്റാത്തത്? നമുക്കും അത് പറ്റണം. നമുക്ക് ലൈലത്തുൽ ഖദ്ർ ആവശ്യമുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ കർമ്മത്തിന്റെ പുസ്തകം നിങ്ങൾക്ക് ഈ വലത് കയ്യിൽ നിങ്ങളുടെ പുസ്തകം വേണോ? നിങ്ങളുടെ കർമ്മത്തിന്റെ റെക്കോർഡ് വേണോ? പ്രവർത്തിക്കണം. അപ്പൊ നമ്മൾ ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോയിട്ട് നാം എന്ത് നേടി എന്ന് തിരിഞ്ഞു നോക്കേണ്ട അവസാന സമയത്താണ് നമ്മൾ. ഇനിയും നമുക്ക് തിരുത്താനുള്ള സമയമുണ്ട്. ഇനിയും നമുക്ക് അള്ളാഹുവിലേക്ക് ഖറാബത്ത് നേടാനുള്ള സമയമുണ്ട്. ഇനിയും സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും അള്ളാഹുവിന്റെ കരങ്ങൾ നമ്മളുടെ ദുആക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇനിയും അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാറുകൾ ഏഴാനാകാശത്ത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു രാത്രിയിൽ ഏഴാനാകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കണ്. ആരാണ് എന്നോട് കരയുന്നത്? ഈ റമദാനായിട്ട് രാത്രിയുടെ അന്ത്യയാമത്തിലോ അല്ലെങ്കിൽ രാത്രിയിലോ ഉറങ്ങുന്നതിന് മുമ്പോ കിടന്നിട്ടോ ഇരുന്നിട്ടോ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നിങ്ങളുടെ കണ്ണ് നനഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ റമദാൻ നിങ്ങൾ ആലോചിക്കണ്ട. എന്റെ ഓരോ തിന്മകളെ എടുത്തിട്ട് ഞാൻ നോക്കണം. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, എന്റെ ഹൃദയം കറുത്തുപോയിരിക്കുന്നു. ആ കറുത്തുപോയ ഹൃദയത്തെ കീമോ ചെയ്ത് അതിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹീതമായ മാസമാകുന്നു റമദാൻ. അവിടെ നമ്മൾ നമ്മുടെ ദിനരാത്രങ്ങൾ ആലോചിച്ചു നോക്കുക. ഞാൻ എങ്ങനെയാണ് ഇതിനെല്ലാം ചെലവാക്കിയത്? എൻ്റെ കർമ്മപുസ്തകത്തിൽ എങ്ങനെയാണ് ഈ റമദാൻ എനിക്ക് സാക്ഷിയായിട്ടാണോ, അനുകൂലമായ സാക്ഷിയാണോ, അതല്ല എനിക്ക് പ്രതികൂലമായ സാക്ഷിയായിട്ടാണോ വരുന്നത്? ഞാനും നിങ്ങളും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. ഞാനും നിങ്ങളും ഈ റോഡിലൂടെയും പുറത്തു നടക്കുന്നവരാണ്. TV മറ്റ് പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അവിടെയെല്ലാം എൻ്റെ നോമ്പിന്റെ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന, കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ സംസാരം ഇത് അയൽവാസിയോട് മാത്രമുള്ള കാര്യമല്ല കേട്ടോ. നമ്മുടെ ഭാര്യയോട് നമ്മൾ സംസാരിച്ചപ്പോൾ ആ സംസാരത്തിൽ നിങ്ങൾക്ക് ഒരു ധിക്കാര മനോഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ റസൂലിന്റെ അധ്യാപനത്തിനെതിരാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്നറിയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും ഉത്തമമായി പെരുമാറുന്നവനാണ് നിങ്ങളിലെ ഏറ്റവും ഉത്തമനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമുക്ക് നമ്മുടെ ഭാര്യനോട് ചീത്ത പറയാൻ പറ്റുമോ? തിരിച്ച് എൻ്റെ ഖുത്ബ കേൾക്കുന്ന സഹോദരിമാരും മനസ്സിലാക്കണം, ഈ ദുനിയാവിൽ ആർക്കെങ്കിലും ഞാൻ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ അത് ഭർത്താവിനാണ്. അത്രക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇവിടെ പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കുകയും ഇങ്ങോട്ട് ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഊഷ്മളമായ ബന്ധമാണ് ഇസ്ലാം ഭാര്യ ഭർത്തൃ ബന്ധത്തിന് സൗജ് ഇണക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് പാലിച്ച പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് യഥാർത്ഥത്തിൽ ഫലം ചെയ്യുന്നില്ല. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് കാരുണ്യം കാണിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് തൊട്ടതിനൊക്കെ അവരോട് ദേഷ്യമാണ് വരുന്നതെങ്കിൽ നബിക്കെതിരാണത്. മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ തൻ്റെ പേരക്കുട്ടികളായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ അവർ വന്നപ്പോ മിമ്പറിൽ നിന്നിറങ്ങി അവരെ കെട്ടിപ്പിടിച്ച നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ കുട്ടിയെ നമ്മൾ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ഈ നോമ്പ് നമ്മളെ ബാധിച്ചിട്ടില്ല, ഈ നോമ്പിന്റെ ഫലം നമ്മളിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ തുആമഹു വശറാബഹു. ഇങ്ങനെയുള്ള നോമ്പ് നമ്മുടെ കർമ്മം കൊണ്ട് അമല ബിഹി വളരെ ശ്രദ്ധിക്കേണ്ട, ഒരുപാട് പറയേണ്ട കാര്യമാണ്. ഇപ്പൊ ഇവിടെ ഈ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷനിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന റിലേഷൻ ഏതാണെന്നറിയോ? അമ്മായിമ്മയും മരുമകളും. നമുക്കും ഇപ്പം എൻ്റെ മുന്നിലിരിക്കണ എല്ലാവർക്കും ഉണ്ടാവില്ലേ മരുമക്കൾ, അല്ലെങ്കിൽ ഇനി മരുമക്കൾ വരാനുള്ളവരായിരിക്കും. നിങ്ങളുടെ ഭാര്യമാർ അമ്മായിമ്മമാരായിട്ടുണ്ടാവും, ഈ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. എന്താണ് ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? റമളാനിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ആ ഈമാൻ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ കാര്യങ്ങളിൽ അത്തരം കുറ്റം പറച്ചിലുകൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. സ്വന്തം അമ്മായിമ്മ സ്വന്തം മകൻ്റെ ഭാര്യയെക്കുറിച്ച് അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഇവൾക്കുള്ള കുറ്റം മുഴുവൻ പറഞ്ഞു കൊടുക്കുക. തിരിച്ചിങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ടും. മകൻ്റെ ഭാര്യ സ്വന്തം മകൻ്റെ എൻ്റെ മകളെപ്പോലെ നോക്കണ്ട, തിരിച്ച് മരുമകൾ അവളുടെ സ്വന്തം ഉമ്മയെപ്പോലെ നോക്കേണ്ടവരാണ്. അവർ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ ഇവരുടെ കുറ്റം പറഞ്ഞു നടക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് നോമ്പാണ് അവർക്ക് ഫലം ചെയ്യുന്നത്? അവിടെയാണ് അള്ളാന്റെ റസൂൽ പറയുന്നത് മല്ലം യദ ഖൗല സൂർ, ചീത്ത സംസാരങ്ങൾ, വൽ അമല ബിഹി, അതുപോലെയുള്ള പ്രവൃത്തികൾ, കുറ്റം പറയുക. ഈ പരദൂഷണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിൽ തന്നെ ആളുകൾ ഇങ്ങനെ ഈ പീഡിയത്തിണ്ണയിലും അവിടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, അവരതിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആൾക്കാരുടെ കുറ്റവും കുറവും എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വിശ്വാസിക്ക് ചേർന്നതല്ല. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നോമ്പ് നിങ്ങളെ ബാധിച്ചിട്ടില്ല, നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിട്ടില്ല, ശരീരത്തെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. വെയിറ്റ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്ന നോമ്പ് കേവലം ശരീരത്തെ മാത്രം ബാധിക്കുന്ന നോമ്പല്ല, അതവന്റെ ഹൃദയത്തെ കൂടി സ്ലിം ആക്കണം. ഹൃദയത്തിന്റെ കൊഴുപ്പുകൾ, ഹൃദയത്തിന്റെ മുകളിലുള്ള ദുർമേധസ്സുകളെ കഴുകിക്കളയണം. അതാണ് കല്ലാബൽ റാന അലാ ഖുലൂബിഹിം. നിങ്ങളുടെ ഹൃദയത്തിന്റെ മുകളിൽ ഇങ്ങനെ കൊഴുപ്പ് ദുർമേധസ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ ദുർമേധസ്സുകളെ കരിച്ചു കളയുന്ന, അതിനെ ഉണക്കുന്ന, ആ മുറിവിനെ ഇല്ലാതാക്കുന്ന ഒരു മാസമാണ് റമളാൻ. അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഒരു ചെറിയ സംഭവം ഇപ്പൊ നമ്മൾ വിചാരിക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഭാര്യ പറയണു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പറയുന്നു, അങ്ങനെയാണല്ലോ മറ്റുള്ളവർ പറയുന്നു, ഞാൻ കേൾക്കണുള്ളൂ, ഞാൻ പറയണമൊന്നുമില്ല. പക്ഷെ അതും തെറ്റാണ്. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർ മൂന്നാൾ കൂടി ഒരു യാത്രക്ക് പോവുകയാണ്. അങ്ങനെ പോയ സമയത്ത് അവരുടെ കൂടെ ഒരു ഭൃത്യനെ, ഒരു അടിമയെ കൂടി കൊണ്ടുപോയി ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരോട് സ്ഥലത്ത് താമസിച്ച് രാവിലെ എണീറ്റ് ഭക്ഷണത്തിന് വേണ്ടി വന്നപ്പോൾ ഈ അടിമ എണീറ്റിട്ടില്ല, ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. അപ്പോൾ ഈ രണ്ടിലെ ആരോ ഒരാൾ പറഞ്ഞു, അവൻ ഭയങ്കര ഉറക്കക്കാരനാണ്. പറഞ്ഞ വർത്താനം ഇത്ര മാത്രമാണ് കേട്ടോ. ആ അടിമ ആരാണെന്ന് പറഞ്ഞത്? ഭയങ്കര ഉറക്കക്കാരനാണെന്ന് പറഞ്ഞു. ആരാ പറയണോ? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ്, ഈമാനിന്റെ കൊട്ടകള്. അവർ പറഞ്ഞപ്പോൾ റസൂല് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റസൂല് ഈ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ല നിങ്ങൾക്ക് ഇനി എന്തിനാ ഭക്ഷണം? അപ്പൊ എന്തേ? ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കറിയൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോ നല്ല ഒന്നാന്തരം മാംസം തിന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലിന്റെ മുഖം മാറി. അപ്പോ
ഈ രണ്ട് പ്രമുഖന്മാരായ സ്വഹാബികൾ ഞങ്ങൾ അങ്ങനെ ഒന്നും തിന്നിട്ടില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ പച്ചമാംസമാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. എന്തേ പറഞ്ഞിട്ടുള്ളൂ എന്നറിയോ? അവൻ ഉറക്കക്കാരനാണെന്ന് മാത്രം പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞതാ. എന്നിട്ട് പറയണ, ഇന്നീല അറാ ലഹ്മഹു ബൈന സനായകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പല്ലിന്റെ ഇടയിൽ നിങ്ങളുടെ സഹോദരന്റെ ഇറച്ചിയുടെ നാരുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ നമ്മുടെ മരുമകന്റെയും മരുമകളുടെയും കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ലിന്റെ ഏരികൾക്കിടയിൽ നിങ്ങളുടെ മരുമകന്റെയും മരുമകളുടെയും പച്ചമാംസത്തിന്റെ നാരുകളുണ്ട്. ആ നാരുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റമദാനിന്റെ പ്രതിഫലം ലഭ്യമാകുകയില്ല. ഇത് ആരോടാണ് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. അവരോടൊക്കെ റസൂലിന്റെ ബന്ധം എന്ന് പറയുന്നത് ഇത് മുഖത്ത് നോക്കിയിട്ടാണ് പറയണം. ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ ഇനി ഇതിന്ന് മനസ്സിലാക്കേണ്ടത്, എന്റെ മുന്നിൽ വെച്ച് ഒരാളൊരു കുറ്റം പറയുകയാണെങ്കിൽ അവനെ തിരുത്താൻ, അവന്റെ ബന്ധം നോക്കരുത്, അവനെ തിരുത്താൻ നമുക്ക് കഴിയണം. റസൂലിന്റെ വലം കൈയായിരുന്ന ഉമറും റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിന്റെയൊക്കെ പല്ലിന്റെ ഇടയിൽ നിന്റെ സഹോദരന്റെ അടിമയായ ഭൃത്യനായ സഹോദരന്റെ പച്ചിറച്ചിയുടെ നാര് ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഇത് നമ്മുടെ ഭാര്യ തൻ്റെ മരുമകളെ കുറിച്ച് നിങ്ങളോട് വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, കേൾക്കുന്ന എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മകനോ നിങ്ങളുടെ കുടുംബക്കാരോ ഇങ്ങനെ ഒരുത്തൻ്റെ പരദൂഷണം നിങ്ങളെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കിത് തിരുത്തി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ റമദാൻ നമ്മളുടെ ശരീരത്തിനെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ, നമ്മളുടെ ഹൃദയത്തെ ബാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള നോമ്പ് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ഹാജത്തുമില്ല. വളരെ ഗൗരവത്തോടുകൂടി ഇത് പറഞ്ഞത് അബൂബക്കറിനോടാണ് റളിയല്ലാഹു അൻഹു, ഉമറിനോടാണ് റളിയല്ലാഹു അൻഹു. അവരുടെ ബന്ധം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഒരു ചരിത്ര സംഭവം ഉണ്ട്. റസൂലിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞാൽ തീരൂല. ചില ചരിത്ര ഗ്രന്ഥങ്ങളിലെ സൗർ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിനിട്ട് പോയി മദീനയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇത് ചെയ്യുമല്ലോ, എന്താ പറയുക, ടെൻ്റടിക്കും. കാരണം പോകുന്ന സമയത്ത് അബൂ സുഫിയാൻ 100 ഒട്ടകത്തിനെ ഇനാം പ്രഖ്യാപിക്കും. അബൂ സുഫിയാൻ അത് കിട്ടാൻ വേണ്ടിയിട്ട് മക്കാ മുശ്രിക്കുകളായ ആളുകൾ പരക്കം പായുക. അങ്ങനെ പരക്കം പായുമ്പോൾ ഇവരുടെ കണ്ണിൽ പെടാതെ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ചില ചരിത്രത്തിൽ കാണാം, അതിലെ ദ്വാരങ്ങളിലേക്ക് തൻ്റെ കയ്യും കാലും കയറ്റി വെച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയെ വല്ല പാമ്പോ തേളോ കുത്തിയാലോ എന്ന് ആലോചിച്ചിട്ട്, ആൾവാസമില്ലാത്ത ഗുഹയിലാണ് കയറിയിരിക്കുന്നത്. ആ കയറിയിരിക്കുന്ന സമയത്ത് റസൂല് തൻ്റെ മടിയിൽ കിടന്നിങ്ങനെ ഉറങ്ങുക. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് പുറത്ത് ചെലന്തി വലയുടെ അപ്പുറത്തു കൂടി ഇനാം സന്തോഷിച്ചിട്ട്, അതായത് ഇനാം 100 ഒട്ടകം കിട്ടുമെന്ന് കരുതിയിട്ട് ഖുറൈശികളായ ആളുകളുടെ കാലുകൾ മാത്രം ഇങ്ങനെ കാണുക. വേദനിച്ചിട്ട് അറിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് വെള്ള റസൂലിന്റെ കവൾക്ക് വീണു എന്നാണ്. സ്വന്തം ജീവൻ പോകുന്ന ആലോചിച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഈ മാളത്തിൽ കയ്യും കാലും ഇടൂല. എന്താലോചിച്ചിട്ടാ? എങ്ങാനും അവർ ഈ നടന്നുകൊണ്ട് പോകുന്ന ഖുറൈശികളായ ആരെങ്കിലും ഒരാൾ തലയൊന്ന് കുനിച്ചാൽ എന്റെ ലോകത്തിന്റെ നായകനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകും. ഇവരുടെ നടത്തം, ഇവരുടെ ചവിട്ടടി കണ്ടിട്ട് അറിയാതെ കണ്ണ് വെള്ളം വീണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ബന്ധം. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട്. സാധാരണ എല്ലാ ദിവസവും കാണുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലൈക്കും അസ്സലാം എന്ന് പറയും. ഒരു 2 ദിവസം കണ്ടപ്പോൾ ഇത് പറഞ്ഞില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോല മനസ്കനാണ്. പെട്ടെന്ന് വിഷമം വരും. നബിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു എന്തോ ഒരു പ്രശ്നം എന്നോടുണ്ട്. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് വെച്ചപ്പോൾ, എന്നെ കണ്ടിട്ട് സലാം പറയുന്നില്ല. അപ്പൊ ഉമറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്നും ഫർള് അബൂബക്കറാണ് എടുക്കുന്നത്, ഇന്ന് 2 ദിവസമെങ്കിലും ഒരു ഫർള് ഞാൻ എടുക്കട്ടെ എന്നൊന്ന് പ്രതീക്ഷിച്ച ഒന്ന് നോക്കിയതാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു.
അപ്പൊ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈ അബൂബക്കറിന് വിഷമിച്ചാൽ ലോകത്തിന്റെ നായകന് സഹിക്കാൻ പറ്റൂല ഉമറേ. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം, ഊഷ്മളത. അവരെയും തിരുത്തുന്ന റസൂലുള്ളാഹി, അവരുടെയും കർമ്മങ്ങളെ സൂക്ഷ്മതയോടുകൂടി തിരുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഈ റമളാനിൽ ഇത്തരം പ്രയോഗങ്ങൾ, പരദൂഷണങ്ങൾ നമ്മളുടെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്തത് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ റമളാൻ നമുക്ക് ഫലം കിട്ടുന്നില്ല. അത് നമ്മൾ തിരുത്തണം. രണ്ടാമത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ കാര്യത്തിൽ ആർക്കും ഒരു സൂക്ഷ്മതയില്ല കേട്ടോ. ഞാനൊരു ഹുത്തുബ ഒരു പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു, ഈ പരദൂഷണത്തിന്റെ വലിയൊരു കാര്യം. ഹുത്തുബ കഴിഞ്ഞേക്ക് ഒരാൾ എന്നോട് വന്നിട്ട് പറയണേ, ഇത് മറ്റേ ആൾ കേൾക്കേണ്ടതാണ്. അപ്പൊ ഞാനിത് മനസ്സിലാക്കണ്ട, എന്റെ തിരുത്തണ്ട, ഇത് മറ്റേ ആൾക്കുള്ളതാണെന്ന്. ഈ ചിന്ത മാറണം. ഓരോ ഹുത്തുബകളിൽ നിന്നും കേൾക്കുന്നത് എന്റെ ജീവിതത്തിനെ മാറ്റാനുള്ളതാണ്. ആ തിരുത്തൽ നമ്മൾ ഉണ്ടാകണം. ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഞാൻ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഈ നോമ്പ് തുറന്ന് മഗ്‌രിബിന് പള്ളിയിലേക്ക് പോകുമ്പോൾ പല ആളുകളും കാണാം ജമാഅത്ത് അവിടെ അങ്ങനെ തുടങ്ങുന്നുണ്ടാവും, അപ്പോഴും ബാത്റൂമിന്റെ സൈഡിൽ നിന്നിട്ട് എന്ത് വലിക്കുണ്ടാവും, സിസർ. മാതല്ലാ, എൻ്റെ മുന്നിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകള് പടച്ചവനെ ഓർത്തിട്ട് ചെയ്യരുത്. പുകവലി ഇസ്ലാം അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് മസാല വെച്ചിട്ട് പണ്ടൊരു സ്ത്രീയുടെ ആട് പോയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അത്രേ, ഈ ആടിനെ മുസ്ലിയാർക്ക് കിട്ടരുതേ. എന്താ കാരണം എന്ന് വെച്ചാൽ മുസ്ലിയാർക്ക് കിട്ടിയ എന്തേലും ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിനെ അറുത്ത് തിന്നു. അതേപോലെ ഇതുപോലെയുള്ള അവസ്ഥയാണ് നമ്മുടേത്. നമുക്ക് പുക വലിക്കണം, അപ്പൊ നമ്മൾ എന്തുണ്ടാക്കും, അല്ല അടിപൊളി ഒരു മസാല, ഇന്ന പണ്ഡിതൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ പുകവലി അനുവദനീയമാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഇവർക്ക് നോമ്പെടുത്തിട്ട് ആ നോമ്പിന്റെ കാരൊക്കെ തിന്നു കഴിയാനും കൂടിയുള്ള എന്തില്ല, സമയമില്ല. അപ്പോഴേക്കും അവർ എണീറ്റ് പോയിട്ട് ഒരു മൂലക്ക് നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് വലിക്കാൻ തുടങ്ങുക. എന്തിനാണ് പിന്നെ ഈ നോമ്പ്? നിങ്ങളുടെ ദുശീലങ്ങളെ മാറ്റാൻ ഈ നോമ്പ് കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കേവലം നോമ്പായി, ഫിഖ്ഹിയായ നോമ്പായിട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലാർഹമായ നോമ്പായിട്ട് അത് മാറുകയില്ല. നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നവർ പുകവലിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത് നിർത്തിക്കോ, ഇന്നത് നിർത്തണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണം. ഈ നോമ്പ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ദുശീലങ്ങളെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വെറുതെ പട്ടിണി കിടക്കുന്നത്? നിങ്ങൾ നോമ്പ് എടുക്കണ്ട. അപ്പൊ ഈ നോമ്പ് നമ്മുടെ ദുശീലങ്ങളെ, ഞാൻ വളരെ വേദനയോടുക്കാനാണ് പറയുന്നത്. പല ആളുകൾ ജമാഅത്ത് തുടങ്ങുമ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഭയങ്കര സ്പീഡിൽ വലിച്ചു വിടുന്ന ആളുകൾ. അപ്പൊ ഈ ദുശീലങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ, കാരണം അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. നിങ്ങൾ കേട്ട ഖുർആനായത്താണ്. അതായത് എന്താണത്? കള്ളും ചൂതാട്ടവും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് നിന്നോട് വന്നവർ ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക എന്താണെന്നറിയോ, അതിൽ നഫ്ഉണ്ട്, അതിൽ ഒരു കള്ളിലും ഇതിലൊക്കെ ഉപകാരമുണ്ട്. പക്ഷേ അതിൽ ഇസ്ലാം പറയുന്ന ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. ഈ രണ്ടെണ്ണത്തിൽ നിന്നും കിട്ടുന്ന ഉപകാരത്തിനേക്കാൾ എത്രയോ മടങ്ങ് ദോഷമാണ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഹംറും മൈസറും അല്ലാഹു നിരോധിച്ചിരിക്കുന്നത്. അപ്പൊ പുകവലി കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് നേട്ടാണെന്ന് പറഞ്ഞുതരും. ഇസ്ലാം ഒരു സാധനത്തെ നിരോധിക്കാനുള്ള അടിസ്ഥാന കാരണമായിട്ട് പറഞ്ഞ എന്താണ്? ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. അതിന്റെ ഉപകാരത്തെക്കാൾ കൂടുതൽ അതിന് ദോഷമാണുള്ളത്. പുകവലി കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഉപകാരം പറഞ്ഞുതരാൻ പറ്റുമോ? അത് നിങ്ങൾ വലിച്ചു വിട്ടാൽ അടുത്ത് നിൽക്കുന്നവന് വരെ ലങ്സ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാമൂഹ്യ ദ്രോഹമാണത്. അപ്പൊ പിന്നെ അതെങ്ങനെയാണ് ഇസ്ലാമികമായി അനുവദനീയമാക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഈ റമദാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഇത്തരം പാകപ്പിഴവുകൾ, ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. പല ആളുകളും മറ്റേ ഒരു കയ്യിൽ തെരച്ചിട്ട്, ഞാനിത്
വളരെ ഫ്രീ ആയിട്ട് നിങ്ങളോട് സംസാരിക്കണം എന്നറിയോ, ഇതെൻ്റെ ഒരു ബാധ്യതയാണ്. ഇത് മനസ്സിലാകാത്തതിൻ്റെ പേരിൽ ചെയ്തു പോകുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളിത് മാറ്റണം. പല പല ലഹരി സാധനങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിരോധിതമാണെങ്കിലും അത് അന്യ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. പല കടകളിലും അത് കിട്ടുന്നുണ്ട്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, നിങ്ങൾ യഥാർത്ഥത്തിൽ നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇത്തരം ദുശീലങ്ങളെ നമ്മൾ ഈ നോമ്പ് കൊണ്ട് അതിജീവിക്കാൻ കഴിയണം. പലരും ഇങ്ങനെ കയ്യിൽ തെരച്ചിട്ട് ഇവിടെ വെക്കുന്ന ഒരു സാധനമുണ്ട്, അത് വെക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ, അത് നമ്മുടെ ഈ ഏരിയയൊക്കെ ഭയങ്കര കൂടുതലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. തിരൂര്, പൊന്നാനി ഏരിയകളിൽ ഒരു റമദാൻ പെരുന്നാൾ രാവുകളിലൊക്കെ നടക്കുന്ന മദ്യവിൽപ്പനയുടെ കണക്ക് ഭയങ്കര വലുതാണ്. ആരതൊക്കെ കുടിക്കണത്? അപ്പൊ ഇത് തുറന്നു പറഞ്ഞു തരുന്നത്, ഈ റമദാനിലെങ്കിലും അത് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് തിരിച്ചു വരുവാൻ ശ്രമിക്കുക. തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവാം, അതിനെ തിരുത്താനും അള്ളാഹുവിലേക്ക് മടങ്ങാനും നമ്മൾ എത്രത്തോളം തയ്യാറാവുന്നോ അത്രത്തോളമാണ് നമ്മളുടെ മഹത്വം വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇടപാട് നടത്തുന്ന പലിശ, വാഹനം മേടിക്കുമ്പോൾ, വീട് വെക്കുമ്പോൾ, സ്ഥലം മേടിക്കുമ്പോൾ, ജോലി മേടിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ നമ്മൾ സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാതകമാണ് പലിശ. അത് മേടിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല, നമ്മൾ ഒരു പേടിയില്ലാതെ പോകുന്നു. പലിശയുടെ ഏറ്റവും ചെറിയ തട്ടിലുള്ള സാധനം തന്നെ നീ നിന്റെ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയൊക്കെ പറഞ്ഞാലും നമുക്കത് ചെയ്യാനൊരു മടിയില്ല. അപ്പൊ ഈ ദുശീലങ്ങളെ നമ്മൾ മാറ്റിയിട്ട് നമ്മളെല്ലാവരും നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗത്ത് പോകണമെന്നല്ലേ? റമളാന്റെ പ്രതിഫലം കിട്ടി സ്വർഗത്ത് കടക്കണം അല്ലേ? അതന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വക നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയതായ, നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മൾ ഒരു ഭയത്തോടെയും കാണാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ തിരുത്താൻ ഈ റമളാൻ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൃത്യമായി നടക്കുന്ന ഒരു സംഘടിതമായ സക്കാത്ത് ഉണ്ട്, സക്കാത്ത് സിസ്റ്റം ഉണ്ട്. ഇല്ലല്ലേ? ഒരു സക്കാത്ത് സിസ്റ്റം ഉണ്ട്. ഒരിക്കലും ഒറ്റക്ക് സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ലത് ഇസ്ലാമികമായ രീതിയിൽ അത് ചെയ്യുന്നത് ഇവിടെ ഒരു കൃത്യമായ ആമിലീന അലൈഹ അല്ലെ, അവരല്ലുള്ളത് ആമിലീന അലൈഹ, അതിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു വിങ്ങുണ്ട്. നിങ്ങളുടെ സക്കാത്ത് ഒരിക്കലും തോന്നിയ പൈസ കൊടുത്താൽ തീരുന്ന ഒരു സാധനമല്ല. ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇവിടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ഹുത്തുബ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാനിന്ന് സക്കാത്തിൻ്റെയും ഒരു ഹുത്തുബ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സക്കാത്തിനെ കുറിച്ച് പറയണോ, എന്താണ് സാഹചര്യം എന്ന് അറിയില്ലല്ലോ. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്ന സാധനം ഒരിക്കലും നിങ്ങൾ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊന്നും പറഞ്ഞാൽ തീരുന്ന ഒരു സാധനമല്ല. അത് കൃത്യമായി കണക്ക് കൂട്ടി എൻ്റെ വരുമാനത്തിലെ ഇത്ര സാധനത്തിന് ഇന്ന എമൗണ്ട് വരും ഒരു വർഷം എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഇത്ര രൂപ ഞാൻ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് ഇവിടെ ഏൽപ്പിക്കാനും അത് ഏൽപ്പിച്ചാൽ കൃത്യമായി അതിൻ്റെ അവകാശികളിലേക്ക് എത്തിക്കുന്ന ഒരു വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അതൊക്കെ വലിയ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലത്തിൻ്റെ അവസ്ഥ ഞാൻ ചോദിച്ചിട്ടില്ല തിരക്ക് കാരണം കൊണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇദ്ദേഹം ഷെയർ ചെയ്തു തന്നു. വളരെ മനോഹരമാണ് ഈ നാട്. നിങ്ങളുടെ തൊട്ട് പിന്നിലുള്ള ഈ കടലില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ വിശാലമാണ് എല്ലാ കാര്യത്തിലും. ഈ കടലിനോളം വിശാലമായ ഹൃദയമുള്ളവരാണ് നിങ്ങൾ. ഈ പള്ളിയിൽ വന്നിട്ട് ആരെങ്കിലും ഒന്ന് കരഞ്ഞാൽ അവന്റെ പ്രശ്നത്തെ ഏറ്റെടുക്കാൻ മനസ്സുള്ള ഹൃദയവിശാലതയുള്ള ആളുകളാണ് ഈ പള്ളിയിലുള്ളത്, ഈ നാട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട്
ഈ ഒരു സംരംഭത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രയാസം, വീടില്ലാതെ, മറ്റ് വിവാഹ പ്രശ്നങ്ങൾ കൊണ്ട്, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ ഇപ്പോൾ പല എന്താ പറയുക കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, മറ്റ് പല മാരകമായ അസുഖങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഒരു വിങ്ങിനെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. ഇത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ ഈ റമളാനിലെ ദിനരാത്രങ്ങളിലെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ആത്മാർത്ഥത കൊണ്ട്, നമ്മുടെ കണ്ണീര് കൊണ്ട് ആ ദുശീലങ്ങളെ കഴുകി മാറ്റി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. എന്താ പറഞ്ഞോ? ആ ഒരൊറ്റ ചെറിയ വാക്കുകൊണ്ട് പറയണേ, നിങ്ങളെ ജീവിതത്തെ ഇനി ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ജീവിതം എന്ന് പറയുന്ന സാധനം ഇത്ര നിസാരമാണെന്ന് പറയാൻ ഈ ഒരു വാക്ക് മതി. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളെ എന്ന് പറയുന്ന സുന്ദരമായ ഒരു സ്വർഗം, അതിനു വേണ്ടി, അല്ലെങ്കിൽ നാളെ എന്ന് പറയുന്ന ഒരു വലിയ ലോകം, അവസാനിക്കാത്ത ഒരു ലോകത്തിന് വേണ്ടി നീ എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് നീ ഇപ്പൊ തന്നെ നോക്കണം. അല്ലാതെ മരിക്കാൻ നേരത്ത് ബാക്കിയുള്ളവർ യാസീനോദിയിട്ട് എൻ്റെ കർമ്മപുസ്തകം നിറക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അല്ല പറയുന്നത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. വൽ തൻദുർ, ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ തന്നെ, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിന്നെ അള്ളാഹുവിന്റെ കോടതിയിൽ കൊടുന്ന് നിർത്തുന്നതിന് മുമ്പ് തന്നെ നീ നിന്റെ മനസ്സാക്ഷിയെ നിന്റെ കോടതിയിൽ കൊടുന്ന് നിർത്തണം. എന്നിട്ട് ചോദിക്കുക, ഈ രാത്രിയിൽ ഞാൻ എപ്പോഴൊക്കെ കണ്ണീരൊഴുക്കിയിട്ടുണ്ട്, എപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിലുള്ള ദുശീലങ്ങളെ മാറ്റാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകളിൽ വലിയ പാപങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഹദ്ദ് സ്വീകരിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? ഒരാൾ മോഷണം ചെയ്തു, തൗബ ചെയ്യണമെങ്കിൽ ആ മോഷണം ചെയ്ത സാധനം അയാൾക്ക് തിരിച്ചു കൊടുത്താൽ മാത്രമേ ആ തൗബ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് മഹാപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ റമളാനിന്റെ രാത്രികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. നിങ്ങൾക്ക് വിശാലമായ സ്വർഗത്തിന്റെ പൂന്തോപ്പുകളാണോ വേണ്ടത്? അതല്ല അവസാനിച്ചു പോകുന്ന ഒരു സൗന്ദര്യവുമില്ലാത്ത ഈ ദുനിയാവിന്റെ ദിനരാത്രങ്ങളാണോ വേണ്ടത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. വബശ്ശിരില്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖാ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വഅതൂ ബിഹി മുതശാബിഹാ. ഒരു പഴമെടുത്തിട്ട് ഇങ്ങനെ തിന്നു നോക്കുന്ന സമയത്ത് ആ പഴം ഇങ്ങോട്ട് പറിക്കുമ്പോ അവന് തോന്നിപ്പോകുമത്രേ ഇത് ഞാൻ മുമ്പ് കഴിച്ച പഴമാണെന്ന്. എന്നിട്ട് അവൻ കടിച്ചിട്ട് പറയും, അല്ല, ഇത് കാണുമ്പോൾ സദൃശ്യമാണെങ്കിലും ഇതിന്റെ രുചി തീർത്തും വ്യത്യസ്തമാകുന്നു. ഇത് തന്നെയാണ് സ്വർഗത്തിന്റെ വ്യത്യാസം, ഇത് തന്നെയാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ഒന്നിനും നിങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചതിന്റെ ഒരു സാമ്യവും ഉണ്ടാകുകയില്ല. അത്രക്ക് വൈവിധ്യം നിറഞ്ഞ സ്വർഗത്തെ നിങ്ങൾക്ക് വേണോ? ഈ ദിനരാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളെയുടെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാനുള്ള എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത്? മറ്റ് സമ്പാദ്യങ്ങളെ മാറ്റിവെച്ചേക്ക്. ഞാൻ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന്. സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറെ പറയാനുണ്ട്. സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിന് ആവശ്യമായ കർമ്മങ്ങളോ ത്യാഗങ്ങളോ ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധമല്ല. ഇവിടെയാണ് സ്വർഗം നമുക്ക് അകലെയായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ ദിനരാത്രങ്ങളെ ഉപയോഗിക്കുക, കൃത്യമായി അതിനുവേണ്ടി പണിയെടുക്കുക, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാത്തൊരു സമുദായമാണ് നമ്മൾ. പിന്നെ ആൾക്കാർ എന്തിലേക്കായി? പർച്ചേസ്, പിന്നെ തെണ്ടല്, രാത്രി അത് ഇത്, അങ്ങനത്തെ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ്. ഗ്യാരണ്ടി എഴുതി വെച്ചോ. ഏതെങ്കിലും ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോൾ പെട്ടെന്ന് വീഴുന്ന ഒരു ലൈലത്തുൽ ഖദ്ർ ഇല്ല. നമ്മൾ അതിനു വേണ്ടി കാത്തിരുന്നാൽ അവർക്ക് മാത്രം ലഭിക്കുന്നതാണ് ലൈലത്തുൽ ഖദ്ർ.
അപ്പോ 27-ാം രാവ് കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദർ ഇല്ല എന്ന് കരുതിയിട്ട് പർച്ചേസിനായിട്ട് ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ നോമ്പ് കഴിഞ്ഞു എന്ന മനോഭാവത്തോടു കൂടിയാണെങ്കിൽ ആ ലൈലത്തുൽ ഖദർ നിങ്ങൾക്ക് ലഭ്യമാകുകയില്ല. അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി പ്രതീക്ഷിക്കണം, അതിനുവേണ്ടി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കമളർച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങളുടെ കണ്ണീർ വാർത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ലൈലത്തുൽ ഖദർ ലഭ്യമാകുക. അതുകൊണ്ട് അത്തരം രീതിയിൽ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. പിന്നെ ഫിത്ർ സക്കാത്താണ് ഇവിടെ എത്രയാണെന്നുള്ളത് എനിക്ക് അറിയില്ല, എത്ര പറഞ്ഞിട്ടുണ്ട്, 150 രൂപ. അപ്പൊ അത് ഇവിടെ തന്നെ ഏൽപ്പിക്കല്ലേ? അപ്പൊ അത് എല്ലാവരും കൃത്യമായി ചെയ്യുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പല മദ്ഹബിലും പല അഭിപ്രായങ്ങളാണ്. ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പെരുന്നാൾ നിശ്ചയിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള രാത്രിയിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് കൊടുക്കുന്നതാണ് ഉത്തമം. എങ്കിലും അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് നമുക്കത് നേരത്തെ കൊടുത്ത് നമ്മുടെ ബാധ്യത ഒഴിവാക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ പെരുന്നാളിൻ്റെ അതുവരെ, പെരുന്നാളിൻ്റെ പുലരി വരെ ഉണ്ടാകുന്ന കുട്ടിക്ക് വരെ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്വാഗ് അഥവാ 4 മുദ് 2,200 അല്ലേ, 2,200 ഗ്രാം അല്ലേ കണക്കാക്കുന്നത്, 2,200 ഗ്രാം ധാന്യം. നമ്മുടെ നാട്ടിൽ എന്താണ്? അരിയാണ്. അപ്പം അതുകൊണ്ട് അരി, ധാന്യം, അവിടെ കാരക്ക കൊടുത്തിട്ടുണ്ട്, ബാർലി കൊടുത്തിട്ടുണ്ട്, പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ എന്താണോ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്നത് അത് കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി തൻ്റെ കൂടെയുള്ള കൂടപ്പറപ്പിനെ കൂട്ടിച്ചേർക്കുക. ഇതിലൊരു പ്രത്യേകത, ഈ സക്കാത്തിൻ്റെ, ഫിത്ർ സക്കാത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവരും കൊടുക്കുകയും ആവശ്യമുള്ള അർഹതപ്പെട്ടവർ മാത്രം വാങ്ങുകയും ചെയ്യുന്ന സക്കാത്താണെന്ത്? ഫിത്ർ സക്കാത്ത്. മഹല്ലുകളിൽ ആവശ്യമില്ലാത്ത ആളുകൾ അത് അർഹരായ ആളുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്കത് ആവശ്യമില്ല എന്നിവരോട് പറഞ്ഞ് അത് എങ്ങനെയാണ് ആവശ്യമില്ലാത്ത ആളുകളെ അത് ഒഴിവാക്കി ആവശ്യമുള്ള ആളുകളെ അതുവഴി എന്ത് ചെയ്യുക? അവരുടെ പട്ടിണിയെ ഒഴിവാക്കി കൊടുക്കുക. പെരുന്നാളുണ്ടെന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണം. അത് അള്ളാഹിൻ്റെ റസൂല് അന്ന് നോമ്പെടുക്കുന്നത് ഹറാമാണ്. അന്ന് നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഹറാമാണ്. അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മളുടെ കഴിവിൽ നിന്നുകൊണ്ട് ഈ ഫിത്ർ സക്കാത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക. അതിന് ഈ പള്ളിയെയും ഈ പള്ളിയുടെ സംവിധാനത്തെയും യുവാക്കളായ ആളുകൾ, ഇവിടെ നിറയെ യുവാക്കളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചൊരു സ്ഥലമാണിത്. അതുകൊണ്ട് ഈ യുവാക്കളുടെ കരുത്തും ശക്തിയും, അവർ മെസ്സിയുടെ ബോർഡ് കെട്ടാൻ വേണ്ടി മാത്രം അവരുടെ കരുത്ത്, മെസ്സിഡിയും ഇത് ഏതോ നാട്ടിൽ നടക്കുന്ന ഒരാളുടെ പരിപാടിക്ക് ഇവിടെ ലോകത്തുള്ള മുഴുവൻ തോരണങ്ങൾ, അതല്ലെങ്കിൽ ഒരു ആന വരികയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഡ്രസ്സും കോലം കെട്ടിയിട്ട് ചാടാനുള്ളൊരു യുവാക്കൾ, അത് മാറിയിട്ട് നന്മകളെ പൂത്തുലയിപ്പിക്കുന്ന, നിങ്ങളൊന്ന് ആലോചിക്കുക. അലി ഇബ്നു അബീ ത്വാലിബ്, നിങ്ങൾ ഈ യുവാക്കളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം, നിങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിക്കണം. 10ാം വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ട് റസൂലിനെ കൊല്ലാൻ വേണ്ടി മക്കയിലെ മുഴുവൻ ആളുകൾ വീടിന് ചുറ്റും കിടന്നപ്പോ, വീടിന് ചുറ്റും മക്കാ മുശ്രിക്കുകൾ കിടന്നപ്പോ, എന്നെ കൊല്ലാണെങ്കിൽ കൊന്നോട്ടെ, ഞാൻ റസൂലിന്റെ വിരിപ്പിൽ കിടക്കാം എന്ന് പറഞ്ഞിട്ട് റസൂലിന് പകരം കൊല്ലാൻ നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ മരിക്കാൻ സന്നദ്ധനായി നിന്ന 10 വയസ്സുകാരനായ അലി ഇബ്നു അബീ ത്വാലിബ്, എന്നിട്ട് ഖൈബറിന്റെ കോട്ടയിൽ വന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് മൊത്തം പിടിച്ചാൽ പൊങ്ങാത്ത കോട്ടയുടെ വാതില് ഒറ്റ കൈ കൊണ്ട് ഉയർത്തിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലിയെ നിങ്ങൾ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ ഈ നാടിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുക്കണം. ഈ നാടിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ, ഈ നാടിനെ സംരക്ഷിക്കുന്നതിൽ ഈ യുവാക്കളുടെ കരുത്തുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പള്ളി സംബന്ധമായ ലത്തീഫ് സാഹിബിനെ പോലെയുള്ള ആളുകൾ, ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാകപ്പിഴവുകളും വീഴ്ചകളും വൈകല്യങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. കടുത്ത ചൂടിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം, മഴയെന്ന അനുഗ്രഹം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ യുവാക്കൾക്ക് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ യുവാക്കൾക്ക് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അവർക്ക് കാരുണ്യം ചൊരിഞ്ഞ് അവരെ നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചൊരിയണേ തമ്പുരാനെ. അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അതുപോലെ തന്നെ ഈ നാടിനെ രോഗങ്ങളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു തരണേ തമ്പുരാനെ. ഗസയിലൊക്കെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണും കരളും അവരുടെ ഹൃദയവും അവരുടെ ജീവനും കൊടുത്തുകൊണ്ട് ഈ ദീനിനു വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച തമ്പുരാനെ, അവരുടെ ഷഹാദത്തിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവർക്ക് നീ കരുത്തും ഭക്തിയും ശക്തിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവർക്ക് നീ റിസ്ക് നീ കൊടുക്കണേ തമ്പുരാനെ. പട്ടിണിയിലാണ് അവര്. പട്ടിണിയിൽ ഓരോ ക്യൂവിലൊക്കെ നിൽക്കുന്ന കുട്ടികളുടെ മുഖം കണ്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂല. അത്രക്ക് കഷ്ടപ്പാടിലാണ് പടച്ചവനെ. അവർക്ക് നീ റിസ്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നീ മന്നയും സൽവയും കൊണ്ട് ഒരു സമുദായത്തെ സംരക്ഷിച്ചവനാണ് തമ്പുരാനെ. ഇവർക്ക് നീ റിസ്ക് നീ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണേ തമ്പുരാനെ. അവരുടെ ശുഹദാക്കളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ ശുഹദാക്കളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന എല്ലാ യുവാക്കൾക്കും അല്ലാഹുവേ നീ ഭക്തിയും ശക്തിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ യുവാക്കൾക്കും നീ ഭക്തിയും ശക്തിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ സമുദായത്തെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പട്ടിണിയിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഒരുപാട് വൈകല്യങ്ങൾ ഉള്ളവരാണ് തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ വൈകല്യങ്ങളെ നീ ഇല്ലായ്മ ചെയ്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ തെറ്റുകളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.